നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ബസിൽ അരികടത്താൻ ശ്രമിച്ച യുവതി പോലീസ് പിടിയിൽ. വർഷങ്ങളായുള്ള അരികടത്ത് സംഘത്തിലെ അംഗമെന്ന് പോലീസ്. കെഎസ്ആർടിസി ജീവനക്കാർക്കും പങ്കുണ്ടെന്ന് ആരോപണം. ജനമൈത്രി പോലീസിന്റെയും സ്കൂൾ ജാഗ്രതാ സമിതിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പത്തനാപുരം താലൂക്കിന്റെ ഉദ്ഘാടനം ചരിത്ര സംഭവമാക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കെഎസ്ആർടിസി ബസിൽ അരികടത്താൻ ശ്രമിച്ച യുവതിയെ തെന്മല പോലീസ് പിടികൂടി. തെങ്കാശി സ്വദേശിയാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 7 ചാക്ക് അരി പിടികൂടി. തെങ്കാശി സ്വദേശിനി ശാന്തിയാണ് തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി പോലീസ് പിടിയിലായത്. 7 ചാക്ക് അരിയാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത്. ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിക്കുന്നവരെ പിടികൂടാൻ തെന്മല പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി തിരച്ചിൽ നടത്തിവരികയാണ്. ഇതിനിടയിലാണ് അരിയുമായി യുവതിയെ പിടികൂടിയത്. എന്നാൽ യുവതി വർഷങ്ങളായി അരികടത്തുന്ന സംഘത്തിൽ അംഗമായിരുന്നെന്ന് കണ്ടെത്തി. മീറ്റർ ഗേജ് ട്രെയിനിൽ ഇവർ വർഷങ്ങളായി അരികടത്തുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും ആദ്യമായാണ് ഇവർ പോലീസിന്റെ വലയിൽ അകപ്പെടുന്നത്. ആര്യങ്കാവ്, തെന്മല, ഇടമൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ ചില്ലറ വ്യാപാരികൾക്ക് ഇവർ അരി എത്തിച്ചു കൊടുക്കുകയാണ് പതിവ്. ഇതുകൂടാതെ ബസിലെ കണ്ടക്ടർക്കും ഡ്രൈവർമാർക്കും കൈക്കൂലി കൊടുത്താണ് കടത്ത് നടത്തുന്നതെന്ന ആക്ഷേപവും ഉയരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കുന്ന സ്വകാര്യവൽക്കരണ നീക്കത്തിനെതിരെ പുനലൂരിൽ ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളുടെയും പരിശീലകരുടെയും നേതൃത്വത്തിൽ ധർണയും പ്രകടനവും സംഘടിപ്പിച്ചു. തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെ പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർത്ത് കുത്തക കമ്പനികളെ ഏൽപ്പിക്കാനുള്ള ഹിഡൻ അജണ്ട നടപ്പാക്കുകയാണെന്നും സർക്കാർ ഇത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. ചെമ്മന്തൂർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി നെല്ലിപ്പള്ളി സബ് ആർടി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന ധർണ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PS സുബാൽ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ആയിരങ്ങൾ ജോലി ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സ്വകാര്യവത്കരിക്കാനുള്ള നീക്കത്തിന് സർക്കാർ വലിയ വില നൽകേണ്ടി വരുമെന്ന് PS സുബാൽ പറഞ്ഞു. ഓഫീസുകളുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ, ആരോപണങ്ങൾ, അനുമതികൾ മുൻകാലങ്ങളിൽ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ അനുമതി നടക്കുന്ന ഒരു ഓഫീസായി RTO ഓഫീസുകളിൽ പലപ്പോഴും അത്തരം വിമർശനങ്ങൾ ഈ മേഖലയിലെ ഓഫീസുകൾ നേരിട്ടുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷ നൽകിയാൽ 1 മാസം കഴിഞ്ഞാൽ അല്ലേ ലൈസൻസ് ടെസ്റ്റ് നടത്തി ലൈസൻസ് കൊടുക്കാമാണ്. എന്നാൽ ആ 1 മാസത്തിന്റെ സമയപരിധി എടുക്കേണ്ട കാര്യത്തിന് 3-4 മാസത്തെ കാലതാമസം, 3-4 മാസക്കാലത്തെ കാലതാമസം വരുത്തേണ്ട കാര്യം അത് യഥാർത്ഥത്തിൽ അഴിമതിക്ക് കൂടുതൽ അവസരം ഉണ്ടാക്കുന്നതിന് കാരണമാകും എന്നുള്ള കാര്യത്തിൽ സംശയം. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പത്തനാപുരം താലൂക്ക് പ്രസിഡന്റ് S. റിയാസ് അധ്യക്ഷനായി. സമരസമിതി ചെയർമാൻ K. സത്യനേശൻ സ്വാഗതം പറഞ്ഞു. പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ MA രാജഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ, കോൺഗ്രസ് S സംസ്ഥാന ജനറൽ സെക്രട്ടറി ചവറ സരസൻ, BJP പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, കൺസൾട്ടന്റ് അസോസിയേഷൻ CITU പുനലൂർ യൂണിറ്റ് സെക്രട്ടറി ജയരാജ്, താലൂക്ക് സെക്രട്ടറി MM അൻസാരി, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി K. സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോട്ടുക്കൽ കൃഷി ഫാമിന്റെ വേലി നിർമ്മാണം ഫാമിനോട് ചേർന്ന് കിടക്കുന്ന കുമാരനല്ലൂർ മുതൽ പറയൻമൂല വരെയുള്ള പ്രദേശത്തെ ഒറ്റപ്പെടുത്തുന്നെന്ന് ആരോപിച്ച് കർഷകർ സമരത്തിനൊരുങ്ങുന്നു. വേലി നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ പ്രദേശവാസികളുടെ നടവഴി പൂർണ്ണമായും നഷ്ടമാകും. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കോട്ടുക്കൽ കൃഷിഫാമിനോട് ചേർന്ന് കിടക്കുന്ന കുമാരനെല്ലൂർ മുതൽ പറയമൂല വരെയുള്ള ഭാഗത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് കൃഷിഫാമുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം നഷ്ടമാകുന്നത്. കൃഷിഫാം അധികൃതർ വേലി നിർമ്മാണം നടത്തുന്നതിനാലാണ് നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടമായത്. ഫാമിന്റെ അതിർത്തിയിലൂടെയും ഫാമിനുള്ളിലൂടെയുമുള്ള പാതയിൽ കാനകൾ നിർമ്മിച്ചും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും റോഡ് കെട്ടിയടച്ചുമാണ് കൃഷിഫാം അധികൃതർ സഞ്ചാരം തടയുന്നത്. ഇക്കാരണത്താൽ പ്രദേശത്തേക്ക് വാഹനങ്ങൾ വരാതെയായി. സഞ്ചരിച്ചുകൊണ്ടിരുന്ന എല്ലാ വഴികളും ഇവരിപ്പം ബ്ലോക്കാക്കിയിരിക്കുക. മതിൽ കെട്ടിയും കാനകൾ കുഴിച്ചും പിന്നെ വരുന്ന വഴികളിൽ വൃക്ഷത്തൈകൾ നട്ടും കംപ്ലീറ്റ് ബ്ലോക്കാക്കി ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ പോകാൻ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുക. ഞങ്ങൾ കഷ്ടപ്പെടാനേ ഒന്നിന് വയ്യാതായ പോലെ ഞങ്ങൾക്ക് എളുപ്പം വണ്ടി ഇവിടെ വരുന്നത്.
അത് വെക്കാതിരിക്കുക. പ്രദേശത്തെ കർഷകർ ഇപ്പോൾ ദുരിതത്തിലാണ്. വാഹനങ്ങൾ വരാത്തതിനാൽ കൃഷിക്കുള്ള വിത്തും വളവുമൊന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. തലച്ചുമടായി വേണം ഇപ്പോൾ അവശ്യ സാധനങ്ങൾ എത്തിക്കാനും കാർഷിക വിളകൾ വിപണിയിലെത്തിക്കാനും. ഈ അവസ്ഥ തുടർന്നാൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കർഷകർ പറയുന്നു. കൃഷിഫാം വരുന്നതിന് മുമ്പ് തന്നെ ഇതിലെ കൂടെ ഞങ്ങൾക്കൊരു റോഡ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 10-75-80ഓളം കുടുംബങ്ങളുടെ കൃഷിഭൂമികൾ ഈ കൃഷി കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന കർഷകരായ ആൾക്കാരാണ് നമ്മൾ. മറ്റു വരുമാനങ്ങളോ അല്ലെങ്കിൽ സർക്കാർ ജോലികളൊന്നുമല്ല. അപ്പോൾ നമുക്കെന്ന് പറയാൻ സ്ഥിരമായിട്ട് ഇവിടെ നല്ല ഈ റോഡിൽ കൂടെ സുഗമമായിട്ട് വാഹനം നടത്തിക്കൊണ്ടിരുന്ന റോഡായത്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഈ കൃഷിഫാം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗതുല്യമായിട്ട് എല്ലാവിധ കൃഷികളും ഇന്നത്തെ പോലെ നല്ല ഹൈടെക് ആയി കിടന്നൊരു ഫാമായിരുന്നത്. ഇത് പല സൂപ്രണ്ടുമാർ മാറി മാറി വന്ന് ഫാം നശിക്കുകയും ചെയ്തു. ഉണ്ടായിരുന്ന വഴി സൗകര്യം അവർ കൊട്ടിയടക്കുകയും ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് കർഷകർക്കെന്ന് പറയാൻ ഞങ്ങളുടെ പറമ്പിലേക്ക് അല്പം വളം കൊണ്ടുവരാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടാക്കുന്ന വിളകളെ പുറം ലോകത്തെത്തിക്കാനോ പറ്റാത്തൊരു മാർഗത്തിലായിരിക്കണം. കാരണം ഈ കാണുന്ന കംപ്ലീറ്റ് പുരയിടങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് എത്തിക്കരയാറാണ്. ആ ആറ്റിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നീന്തി കിടക്കുന്ന ഒരവസ്ഥ. രണ്ടാമത് ഇവിടെ ഈ ഫാമിലി കാട് കയറി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ വീര്യമുള്ള മൂർക്കം പാമ്പുകളും അതുപോലെ ഇഴജന്തുക്കളുടെയും മറ്റ് കാട്ടുപന്നിയും മുള്ളമ്പന്നിയുടെയൊക്കെ ബഹളമാണ് കൃഷികൾ നശിപ്പിക്കാൻ. അവർ ഫാം സൂക്ഷിക്കുന്നുമില്ല. ഞങ്ങൾക്കുള്ള പുരയിടങ്ങൾ നശിക്കാനുള്ള എന്തെല്ലാം മാർഗമുണ്ടോ അതെല്ലാം അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. പണ്ട് വനമായി ഇരുന്നിടം തൊട്ട് ഞങ്ങളുടെ തലമുറകൾ കൊണ്ട് ഞങ്ങൾ താമസിച്ചു വരുന്ന കൃഷിയുടെ ഭൂമിയാണ്. ആ കൃഷിയിടങ്ങളിൽ ഞങ്ങൾ കൃഷി ഇറക്കി ഏകദേശം നാളെ വരെ വളരെ സ്വൈരമായിട്ട് ഞങ്ങൾ കൃഷി ഇറക്കി അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനായി ഞങ്ങൾക്ക് ഈ വഴിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നിലവിൽ ഞങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഇപ്പോൾ അവർ അടച്ചിടുകയും മനഃപൂർവ്വം കിടങ്ങുകൾ കുഴിച്ചും വഴി ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ കൂടെ വഴി അടച്ച് ഒരു പ്രവർത്തനമാണ് ഇപ്പം ഫാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വേലി നിർമ്മാണം പൂർത്തിയായാൽ വേലി ചാടി യാത്ര ചെയ്യേണ്ട ഗതികേടിലാകും തങ്ങൾ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒരു വശത്ത് ഇത്തിക്കരയാറും മറുവശത്ത് കൃഷിഫാമിന്റെ വേലിയും വരുന്നതോടെ പ്രദേശം തീർത്തും ഒറ്റപ്പെടുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നതിന്റെ ഭാഗമായി ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് കർഷക സംരക്ഷണ സമിതി ആക്ഷൻ കൌൺസിലും രൂപീകരിച്ചു. കൃഷിഫാം അധികൃതരുടെ നടപടിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ആക്ഷൻ കൌൺസിൽ. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരാക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇതിന്റെ വഴി വീണ്ടും ഞങ്ങൾക്ക് ഏകദേശം നടക്കത്തക്ക രീതിയിൽ കൂടെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതിന് തിരിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ആ വഴി അവർ തന്നേ പറ്റൂ എന്നുള്ള നിലവിലാണ് ഇപ്പം നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പത്തനാപുരം പള്ളിമുക്ക് സ്വദേശിയായ കർഷകന്റെ ഭൂമിയിൽ വിളഞ്ഞ ഭീമൻ വാഴക്കുല കൗതുകമാകുന്നു. ജൈവരീതിയിലൂടെയാണ് 50 കിലോഗ്രാം തൂക്കമുള്ള റോബസ്റ്റ വിളയിച്ചെടുത്തതെന്ന് ഇദ്ദേഹം പറഞ്ഞു. പത്തനാപുരം പള്ളിമുക്ക് പാലമൂട്ടിൽ തങ്കപ്പറാവത്തരുടെ കൃഷിയിടത്തിലാണ് ഭീമൻ വാഴക്കുല വിളഞ്ഞത്. റോബസ്റ്റ ഇനത്തിൽപ്പെട്ട ഈ വമ്പൻ കുലയ്ക്ക് 5.5 അടിയോളം ഉയരവും 50 കിലോഗ്രാമിലേറെ തൂക്കവുമുണ്ട്. തങ്കപ്പറാവത്തരുടെ കൃഷിയിടത്തിൽ നിന്ന് വമ്പൻ വാഴക്കുലകൾ ഇതിനു മുമ്പും ലഭിച്ചിട്ടുണ്ട്. ജൈവരീതികൾ മാത്രം അവലംബിച്ചാണ് തന്റെ എല്ലാ കൃഷികളുമെന്ന് തങ്കപ്പറാവത്തർ പറഞ്ഞു. വലിപ്പത്തിലും തൂക്കത്തിലും കൌതുകമുണർത്തുന്ന വാഴക്കുല കാണുന്നതിനും തങ്കപ്പറാവത്തരുടെ കൃഷിരീതികൾ ചോദിച്ചറിയുന്നതിനും നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. തികഞ്ഞ സംതൃപ്തിയോടെ കൃഷിരീതികളെപ്പറ്റിയും ജൈവകൃഷിയുടെ മഹാത്മ്യത്തെപ്പറ്റിയുമെല്ലാം തങ്കപ്പറാവത്തർ വാചാലനാവുകയാണ്. നാച്ചുറൽ ആയിട്ടുള്ള വളമാണ്. തേയിലപ്പൊടി, ചാരം, മറ്റ് കൃത്രിമ വളങ്ങളൊന്നും ചേർന്നിട്ടില്ല. ചാണകപ്പൊടി. പിന്നെ അതിന്റെ കഠിനാധ്വാനം ചെയ്താണ് ഇതിന് ഇത്രയും വികസിപ്പിച്ചെടുത്തത്. ഗ്രാമീണ പിന്നെ നമ്മുടെ കൃഷിഭവനിലുള്ള അഡ്വൈസിംഗും കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ജനമൈത്രി പോലീസ് സ്കൂൾ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പത്തനാപുരം താലൂക്ക് സമാജം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠനസഹായ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. താലൂക്ക് സമാജം മാനേജർ എബ്രഹാം ജോർജിന്റെ അധ്യക്ഷതയിൽ പുനലൂർ ഡിവൈഎസ്പി എൻ.എ. ബൈജു ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം വ്യാസ് സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ക്ലാസ് നയിച്ചു. പരീക്ഷകളെ എങ്ങനെ നേരിടാം, തുടർ വിദ്യാഭ്യാസ മേഖലകൾ, കുട്ടികളിൽ കാണപ്പെടുന്ന കുറ്റകൃത്യവാസന എന്നീ വിഷയങ്ങളെ അധികരിച്ചായിരുന്നു ക്ലാസ്. പുനലൂർ എസ്.ഐ. കെ.എസ്. ഗോപകുമാർ, നഗരസഭാ മുൻ വൈസ് ചെയർമാൻ വി.പി. ഉണ്ണികൃഷ്ണൻ, നഗരസഭാ കൌൺസിലർ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, ജനമൈത്രി കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ എസ്. ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ തൂക്കുപാല നവീകരണം 4 വർഷം പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങുന്നു. ജനപ്രതിനിധികൾ നൽകിയ ഉറപ്പ് ജലരേഖയാകുന്നു. വനത്തിൽ നിന്നും എത്തിച്ച കമ്പകത്തടി പാലത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. തൂക്കുപാല നവീകരണം പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നു. ചരിത്ര സ്മാരകത്തിന്റെ കൽഭിത്തികളിലും കമ്പികളിലും കാടുമൂടി കിടക്കുന്നു. നടപ്പാതയിൽ പലകകൾ പാകേണ്ടിയിരുന്നിടത്ത് പുല്ല് കിളർത്തു. കൂറ്റൻ കർഡറുകൾ കാടുമൂടി വീണ്ടും തുരുമ്പ് പിടിച്ചു തുടങ്ങി. നവീകരണം ആരംഭിച്ച് 4 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം പാതി വഴിയിൽ തുടരുന്നു. നിർമ്മാണം പൂർത്തിയാക്കുവാൻ ആവശ്യമായ കമ്പകത്തടി ഇതുവരെയും എത്തിയിട്ടില്ല.
മന്ത്രിമാരും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പ് കേട്ട് നാട്ടുകാർ വലഞ്ഞു. തൂക്കുപാല നവീകരണത്തിനായി 78 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 26 ലക്ഷം രൂപ ചിലവഴിച്ച് ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തിയാക്കി. ഒന്നാംഘട്ട നിർമ്മാണത്തിൽ ഇരുമ്പു കമ്പികൾ, ചങ്ങല, ഗദറുകൾ എന്നിവയുടെ പുനരുദ്ധാരണമാണ് നടത്തിയത്. നിർമ്മാണം പൂർത്തിയാക്കി കമ്പകത്തടിക്കായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷം 2 കഴിഞ്ഞു. മാറ്റി സ്ഥാപിച്ച കൂറ്റൻ ഗദറുകൾ വെയിലും മഴയുമടിച്ച് വീണ്ടും തുരുമ്പെടുത്തു. കമ്പകത്തടി എത്തിയാൽ പാകണമെങ്കിൽ ഗദറുകൾ വീണ്ടും പുതുക്കി പണിയേണ്ട അവസ്ഥയാണ്. അനുവദിച്ച തുകയിൽ 52 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. ഒരുപക്ഷെ കമ്പകത്തടി എത്തിയാൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരില്ല. കാരണം ഗർഡറുകൾ വീണ്ടും നവീകരിക്കേണ്ട സാഹചര്യത്തിൽ നവീകരണം നടത്താതെ കമ്പകത്തടി പാകിയാൽ തകർച്ച നേരിടാനും വലിയ വിവാദങ്ങൾക്ക് തുടക്കമാകാനും സാധ്യതയുള്ളതും നിർമ്മാണം ഇഴഞ്ഞു നീക്കുവാൻ കാരണമായിട്ടുണ്ട്. കിറ്റ്കോയ്ക്കായിരുന്നു നവീകരണ ചുമതല. ഒന്നാംഘട്ട നവീകരണത്തിന് 26 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. രണ്ടാംഘട്ട നവീകരണത്തിന് എറണാകുളം ആസ്ഥാനമായുള്ള ഒരു കമ്പനി ടെൻഡർ എടുക്കുകയും പിന്നീട് പിന്മാറുകയും ചെയ്തിരുന്നു. ചെമ്പനരുവിയിലെ വനമേഖലയിൽ നിന്നും കമ്പകത്തടി വാഴത്തോപ്പ് ടിമ്പർ ഡിപ്പോയിൽ എത്തിച്ചെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഫലത്തിൽ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അന്തരിച്ച RSP നേതാവ് വി ഷംസുദ്ദീന്റെ 4ാമത് ചരമവാർഷികവും അനുസ്മരണവും പാർട്ടി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി NK പ്രേമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിനും സംഘടനാ ശക്തി വളർത്തുന്നതിനും വീറോടെ പ്രവർത്തിച്ചിരുന്ന പോരാളിയായിരുന്നു വി ഷംസുദ്ദീൻ എന്ന് NK പ്രേമചന്ദ്രൻ അനുസ്മരിച്ചു. ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച നേതാവായിരുന്നു വി ഷംസുദ്ദീൻ എന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. പാർട്ടി കെട്ടിപ്പടുക്കുമ്പോൾ തൊഴിലാളി പ്രസ്ഥാനം ചുവട്ടുതൊഴിലാളികളടക്കമുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, കശുവണ്ടി വ്യവസായത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, ഈ മേഖലയിലെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ തലങ്ങളിലുള്ള TU സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് പരിഗണനാർഹമായിരുന്നത് പാർട്ടിയുടെയും പാർട്ടിയുടെ വർഗബഹുജന പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനമായിരുന്നു. ആ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ, സംഘടനാപരമായ അച്ചടക്കം പാലിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും വലിയ, നമ്മെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം, ജനുവരിയുടെ നഷ്ടമെന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ജനുവരി 4-ന് നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് വി ഷംസുദ്ദീൻ. പാർട്ടി ദേശീയ സമിതി അംഗം KS വേണുഗോപാൽ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി G സോമശേഖരൻ നായർ സ്വാഗതം പറഞ്ഞു. UTUC താലൂക്ക് സെക്രട്ടറി R ശിവകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ S പ്രദീപ് കുമാർ, M തുളസീധരൻ പിള്ള, RYF മണ്ഡലം സെക്രട്ടറി രഞ്ജിത് ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരം പനമ്പറ്റയിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുന്നു. രാത്രിയുടെ മറവിൽ വേലിക്കല്ലുകൾ തകർത്തതായി ആരോപണം. പത്തനാപുരം പനമ്പറ്റ മഞ്ഞക്കാല വാർഡിൽ ജനാർദ്ദന ഭവനത്തിൽ രാജശേഖരൻ പിള്ളയുടെ പറമ്പിലെ വേലിക്കല്ലുകളാണ് സാമൂഹ്യവിരുദ്ധർ തകർത്തത്. കമ്പിവേലിയും കോൺക്രീറ്റ് നിർമ്മിത വേലിക്കല്ലുകളും രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ തകർക്കുന്നത് ഇത് 3ാമത്തെ തവണയാണ്. കുന്നിക്കോട് പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികളെ കണ്ടെത്തുന്നതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് രാജശേഖരൻ പിള്ള പറഞ്ഞു. വേലിക്കല്ല് ആദ്യമേ ഞാൻ ഇട്ടു, അതിനുശേഷം അത് ഇളക്കി. രണ്ടാമത് വീണ്ടും കുന്നിക്കോട് ഇളക്കിയതിന് ശേഷം കുന്നിക്കോട് SIക്ക് പെറ്റീഷൻ കൊടുത്തു. അദ്ദേഹം നോക്കുകയൊക്കെ ചെയ്തു. രണ്ടാമത് വീണ്ടും 6 കല്ല് ഇളക്കി, അതിനും പരാതി കൊടുത്തു, വന്നു. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം വേലി മൊത്തം ഇളക്കിയിരിക്കുകയാണ്. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള വേലി മുഴുവനായി ഇളക്കിയിരിക്കുകയാണ്. വേലിക്കല്ലുകളെല്ലാം അടിച്ചുടച്ചിട്ടുണ്ട്. സംശയിക്കുന്നത് ഇവിടെ സാമൂഹ്യ വിരുദ്ധമെന്ന് നമുക്ക് തോന്നുന്ന, നമുക്ക് മനസ്സിലാവുന്ന ചില ആളുകളുണ്ടെന്ന് സംശയമുണ്ട്. പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G രാധാമോഹൻ ആവശ്യപ്പെട്ടു. പനമ്പറ്റ പാണ്ടിത്തിട്ട പ്രധാന പാതയ്ക്ക് അരികിലുള്ള റബ്ബർ തോട്ടത്തിന്റെ അതിർത്തിയിലെ വേലിക്കല്ലുകളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമ്മുടെ രാജശേഖരൻ സാറിന്റെ പുരയിടത്തിലെ വേലി ഇതിപ്പോൾ 3ാമത് തവണയാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സ്ഥിരമായി സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം. ഇപ്പം ഇത് ഒരു നാട്ടിലും ഗ്രാമീണ പ്രദേശത്ത് ഇത്രയും വൃത്തികെട്ട ഹീനമായ ഒരു പ്രവൃത്തി നടക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൂടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഞാൻ എൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി പുരസ്കാരത്തിന് മാത്തൂർ ഗോവിന്ദൻകുട്ടി അർഹനായി. കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത്. ഇന്ത്യയിലും വിദേശത്തുമായി 5000-ലധികം വേദികളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ മാത്തൂർ ഗോവിന്ദൻകുട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്.
ആംഗ്യ അഭിനയ തികവ്, വേഷഭംഗി, ആകർഷകമായ അവതരണ ശൈലി, കഥകളി രംഗത്തെ സമഗ്രമായ സംഭാവന എന്നിവ കണക്കിലെടുത്താണ് കൊട്ടാരക്കര തമ്പുരാൻ പുരസ്കാരത്തിന് മാത്തൂർ ഗോവിന്ദൻകുട്ടിയെ തെരഞ്ഞെടുത്തത്. സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 3001 രൂപയും ഫലകവും അടങ്ങുന്ന കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി പുരസ്കാരം ഫെബ്രുവരി 2 കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് സമ്മാനിക്കും. കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലം ചെയർമാൻ പി ഹരികുമാർ, വൈസ് ചെയർമാൻ ജി ശിവശങ്കരപിള്ള, ചെയർപേഴ്സൺ കൊട്ടാരക്കര ഗംഗ, സെക്രട്ടറി പി മുരളീധരൻപിള്ള, ട്രഷറർ കെ മോഹനൻപിള്ള, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ സതീഷ് ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരം താലൂക്കിന്റെ ഉദ്ഘാടനം ചരിത്ര സംഭവമാക്കുവാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എംഎൽഎ കെ ബി ഗണേഷ് കുമാർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്തു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പത്തനാപുരം ആസ്ഥാനമാക്കി താലൂക്ക് രൂപീകരിക്കപ്പെടുകയാണ്. 13-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സ്ഥലം എംഎൽഎ വിവിധ കമ്മിറ്റി ഭാരവാഹികളുടെയും വകുപ്പുദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം പത്തനാപുരം ഫാത്തിമ ടൂറിസ്റ്റ് ഹോമിൽ വിളിച്ചു ചേർത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. താലൂക്ക് ഉദ്ഘാടന ചടങ്ങ് ചരിത്ര സംഭവമാക്കുമെന്ന് പത്തനാപുരം എംഎൽഎ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. ഏറ്റവും വലിയ ആഘോഷം, പത്തനാപുരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു നടത്തുവാൻ എല്ലാവരുടെയും സഹകരണം, എല്ലാ മേഖലയിലുമുണ്ട്. പത്തനാപുരത്ത് ജീവിക്കുന്നവരും വിദേശത്ത് ജീവിക്കുന്നവരുമായ മുഴുവൻ പത്തനാപുരത്തുകാരുടെയും സഹായവും സഹകരണവും. ആലോചനാ യോഗത്തിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎ, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസ്, ഡിസിസി ജനറൽ സെക്രട്ടറി സിആർ നജീബ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ഷേഖ് പരീദ്, യുഡിഎഫ് നിയോജകമണ്ഡലം ചെയർമാൻ ബാബു മാത്യു, പബ്ലിസിറ്റി കൺവീനർ ഗോപകുമാർ പട്ടാഴി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്നിവർ ആലോചനാ യോഗത്തിൽ പങ്കുകൊണ്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മലയിൽ കെഇബിയുടെ പരിധിയിൽ വരുന്ന കടകളും ക്യാന്റീനുകളും ലേലം ചെയ്തു കൊടുക്കുന്ന നടപടിക്രമങ്ങളിൽ ക്രമക്കേട് ആരോപിച്ച് സിപിഎം പ്രവർത്തകർ രംഗത്തെത്തി. ടെൻഡർ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഉദ്യോഗസ്ഥർ തൽപര കക്ഷികളെ സഹായിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഡാമിന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള കടയുടെ പേരിലാണ് പ്രധാന ആക്ഷേപം. 6 മാസം മുമ്പ് ഈ കട ലേലം ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ ലേലത്തിൽ കട സ്വന്തമാക്കിയ ആൾ കട നടത്താതെ വന്നു. ഈ സാഹചര്യത്തിൽ കട വീണ്ടും ലേലം ചെയ്യുകയോ രണ്ടാമത്തെ ഉയർന്ന തുക ഉറപ്പിച്ചയാൾക്ക് നൽകുകയോ ആണ് പതിവ്. ഈ കീഴ്വഴക്കം ലംഘിച്ച് ഉദ്യോഗസ്ഥർ കട അവർക്ക് താൽപര്യമുള്ളയാൾക്ക് വിട്ടുകൊടുത്തുവെന്നാണ് ആരോപണം. പ്രധാന കവാടത്തിലെ കട ഇങ്ങനെ വിട്ടുകൊടുത്തതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്ന് സിപിഎം പ്രവർത്തകൻ ആർ സുരേഷ് ആരോപിച്ചു. വിഷയം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏകദേശം 6 മാസം മുമ്പ് ലേലം ചെയ്ത കടയാണ് ഈ പുറകിൽ കാണുന്നത്. ഇത് 6 മാസമായിട്ടും ആരും നടത്താതെ വരികയും എന്നാൽ 6 മാസം പീരീഡ് തീരുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരും അയാളുടെ ചില സിബ്ബന്ദികളും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഈ കട കൊടുക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു പണികൾ എല്ലാം നടത്തിയിട്ടുള്ളത് ടെൻഡറോ യാതൊന്നും ചെയ്യാതെ ഇത്തരം പണികൾ നടത്തിയിരിക്കുകയാണ്. ഇതിലൂടെ ഉൾപ്പെടെ തന്നെ വ്യാപകമായ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം ഈ കടയുടെ ടെൻഡറും അതിനോടൊപ്പം ലേലവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് ലോവസ്റ്റും തേർഡ് ലോവസ്റ്റുമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ ഫസ്റ്റിലെ വിളിക്കുന്ന ആൾക്കാണ് കട കൊടുക്കേണ്ടുന്നത്. ആ കട എടുക്കാതെ വന്നാൽ 3 മാസത്തിനകം കൊടുക്കാതെ വന്നാൽ യഥാർത്ഥത്തിൽ റീടെൻഡർ ചെയ്യേണ്ടതാണ്. എന്നാൽ റീടെൻഡർ ചെയ്യാതെ ഈ ഇഷ്ടക്കാർക്ക് വേണ്ടി കൊടുത്തതിൽ വ്യാപകമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിച്ചുകൊണ്ടാണ് ഈ എൻട്രൻസ് പോലുള്ളയിടത്തെ ഈ കട ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത്. വകുപ്പിന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയെങ്കിലും പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചില്ല എന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. കാർമേൽ എക്സ്പോ 2013-14 കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. ശാസ്ത്ര വർഷാഘോഷവും വിജ്ഞാന വിദ്യാഭ്യാസ ആരോഗ്യ പ്രദർശനമേളയും ശ്രദ്ധേയമായിരുന്നു. മിക്ക പവലിയനുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കാർമൽ എക്സ്പോ 2013-14 എന്ന പേരിലാണ് മേള സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കാർമൽ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ആഘോഷ പരിപാടി ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, മെഡിക്കൽ കോളേജ് എന്നിവയുടെ പവലിയനുകൾ, പ്രമുഖ പത്രങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും കട്ടിങ്ങുകൾ, റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനായി റൂറൽ പോലീസിന്റെ ബോധവൽക്കരണവും മേളയിൽ സ്ഥാനം പിടിച്ചു. റൂറൽ പോലീസിന്റെ റോഡ് സുരക്ഷാ പവലിയൻ കൊട്ടാരക്കര സിഐ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര പഞ്ചായത്തിന്റെ കുടുംബശ്രീ യൂണിറ്റിന്റെ ഭക്ഷ്യമേളയും അറ്റ്ലസ് ഡയഗ്നോസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ കുറഞ്ഞ നിരക്കിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ്, ആൽജസീറ നേത്രപരിശോധന ക്യാമ്പ്, ശാസ്ത്രബോധം വളർത്തുന്ന ചാർട്ടുകൾ, കുട്ടികൾ നിർമ്മിച്ച ശില്പങ്ങൾ, കരകൌശല വസ്തുക്കൾ എന്നിവ മേളയിൽ കൌതുകമുണർത്തി. സേവ് എനർജി, സേവ് എർത്ത്, സേവ് ലൈഫ് പവലിയനും
പഴശ്ശിരാജ പവലിയനും രാജ രവിവർമ്മ ഗാലറിയും, ആര്യഭട്ട ഗാലറി, വിക്കിപീഡിയ സോൺ, കാർമൽ ബഡ്സ് എക്സ്പോ, സ്വാത് പവലിയൻ, വിൻവിൻ പവലിയൻ, വാനിഷിംഗ് ബ്യൂട്ടി, ഡ്രാക്കുള പവലിയൻ എന്നിവ സ്കൂൾ മേളകളിൽ നിന്ന് വ്യത്യസ്തമായി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ 54ാമത് മേഖലാ കൺവെൻഷൻ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് പാസ്റ്റർ ഇ.സി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പുലമൺ ബേർഷേബ ഗ്രൌണ്ടിൽ നടന്ന കൺവെൻഷൻ മേഖലാ പ്രസിഡന്റ് പാസ്റ്റർ ഇ.സി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശുശ്രൂഷകളും കുടുംബസംഗമവും നടന്നു. കൺവെൻഷനോടനുബന്ധിച്ച് ബൈബിൾ ക്ലാസ്, സോദരി സമാജം വാർഷികം, സൺഡേ സ്കൂൾ, യുവജന സമ്മേളനം എന്നിവയും നടന്നു. രാവിലെ 8-ന് ആയിരങ്ങൾ പങ്കെടുത്ത തിരുവത്താഴ ശുശ്രൂഷയും നടന്നു. തിരുവത്താഴ പൂജയ്ക്ക് പാസ്റ്റർ ഇ.സി. ജോർജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊല്ലം, പത്തനംതിട്ട IPCയുടെ 20 സെന്ററുകളിൽ നിന്നായി ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാരും വിശ്വാസികളും പങ്കെടുത്തു. വെണ്ണിക്കുളം സിയോൺ സിംഗേഴ്സ് ഗാന ശുശ്രൂഷ നിർവഹിച്ചു. IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പ് പി. തോമസ്, ജനറൽ ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ സാം ജോർജ്, IPC ജനറൽ സെക്രട്ടറി പാസ്റ്റർ റവറൻ ഡോക്ടർ കെ.സി. ജോൺ, പാസ്റ്റർ ജെയിംസ് ജോർജ്, പാസ്റ്റർ ബാബു ചെറിയാൻ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബസിൽ അരി കടത്താൻ ശ്രമിച്ച യുവതി പോലീസ് പിടിയിൽ. വർഷങ്ങളായുള്ള അരികടത്ത് സംഘത്തിലെ അംഗമെന്ന് പോലീസ്. KSRTC ജീവനക്കാർക്കും പങ്കുണ്ടെന്ന് ആരോപണം. ജനമൈത്രി പോലീസിന്റെയും സ്കൂൾ ജാഗ്രതാ സമിതിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പത്തനാപുരം താലൂക്കിന്റെ ഉദ്ഘാടനം ചരിത്ര സംഭവമാക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.